സാംസ് 46 46 സങ്കീർത്തനം വാക്യ പ്രതിവാചകമായി വായിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സാംസ് 46. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും നാം അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ദൈവം അധികാലത്തു തന്നെ അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന് ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്കൊരു അവസരം കൂടി നൽകി തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കും, ദൈവദാസന്മാർക്കും, ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. ഒരു നല്ല സങ്കീർത്തനം നമുക്ക് ദൈവം നൽകി തന്നു. 46 സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഹെഡ്ലൈനിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് കോരഹപുത്രന്മാരുടെ ഒരു ഗീതം എന്നവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. കോരഹപുത്രന്മാർ ഈ ഗീതം ഇവിടെ ചമച്ചപ്പോൾ ആ ഗീതത്തിനൊരു പശ്ചാത്തലം കൂടി കണ്ടിട്ടാണ് ഈ സങ്കീർത്തനം എഴുതുവാൻ കാരണമായത്. ഇതിൻ്റെ പശ്ചാത്തല ഭാഗം അതിൻ്റെ 10ാമത്തെ വചനമാണ്. ആ 10ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെയാണ്: മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞ് കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. മിണ്ടാതിരിക്കുക, ദൈവത്തെ തിരിച്ചറിയുക. മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ആ ഒറ്റ പദത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇതിനുണ്ട് എന്ന് വേദപണ്ഡിതാക്കൾ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കി പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എവിടെയാണ് ഇതിൻ്റെ പശ്ചാത്തലം രേഖപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശുദ്ധ ബൈബിളിൽ 2 ഭാഗത്ത് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഭാഗം യെശയ്യാ പ്രവചന പുസ്തകം 36 അധ്യായം മൊത്തത്തിൽ പഠിച്ചാലും 37 മൊത്തത്തിൽ പഠിച്ചാലും ഇതിൻ്റെ പശ്ചാത്തലമാണ്. നമ്മൾ ആ ഒരു ഭാഗമല്ല എടുക്കുന്നത്. നമ്മൾ 2 കിങ്സ് 2 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം 18 വേഴ്സ് 1 ആണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം അല്പമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കിന്നതിലൂടെ ഒരു വലിയ സന്ദേശം, ഒരു വലിയ വിടുതൽ ദൈവം നമുക്ക് നൽകി തരട്ടെ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ആഹാസിൻ്റെ മകനായ ഹിസ്കിയാവ് അവിടെ ആമേൻ രാജാവായി. ആഹാസിൻ്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. നോക്കുക, ഹിസ്കിയ രാജാവിൻ്റെ കാലഘട്ടത്തിലുള്ള പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ്റെ പിതാവിൻ്റെ പേര് ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ. ഹിസ്കിയാവ് രാജാവ്, ആഹാസിൻ്റെ മകനായ ഹിസ്കിയ രാജാവ്. ഒരു ദിവസം അശരിയ രാജാവ് സൻബല്ലത്ത്, അദ്ദേഹത്തിൻ്റെ പേര് സൻഹരീബ് രാജാവ്, അദ്ദേഹം വലിയൊരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പട്ടാളക്കാരുണ്ട്. ഇസ്രയേലിനെ കീഴടക്കാൻ വേണ്ടി ഇദ്ദേഹം വലിയ സൈന്യവുമായിട്ട് ഇസ്രയേലിനെ കീഴടക്കാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ഈ ഹിസ്കിയ രാജാവിന് ഒരു ലെറ്റർ കൊടുത്തുവിട്ടു: ഞങ്ങൾ ഈ രാജ്യത്തെ ആക്രമിക്കാൻ പോവുകയാണ്. അപ്രകാരം ഈ രാജ്യത്തെ ആക്രമിക്കുവാൻ പോകുന്ന ഈ അശ്ശൂർ രാജാവ് ആമേൻ ഈ ലെറ്റർ ഹിസ്കിയാവിൻ്റെ കയ്യിൽ എത്തിയപ്പോഴേക്കും ഹിസ്കിയാവിന് അല്പമായൊരു വിഷമം, ഭാരം സംഭവിച്ചു. കാരണം
ഹിസ്കിയാവ് അതിനു മുമ്പ് ചെയ്തൊരു കാര്യമുണ്ട്. താൻ രാജാവായി വന്നപ്പോൾ ആമേൻ അവിടെ ഉണ്ടായിരുന്ന അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പത്തെയും തകർത്തു കളഞ്ഞു. ആമേൻ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ജനത്തിന് ആഹ്വാനം കൊടുത്തു. അന്ന് വരെ ഇസ്രായേൽ ജനം മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പത്തെ ധൂപം കാണിക്കുക പതിവായിരുന്നു. എന്നാൽ ഹിസ്കിയാവ് രാജാവായി തീർന്നപ്പോൾ അദ്ദേഹം അതിനെയെല്ലാം തകർത്തു കളഞ്ഞു. പിതാക്കന്മാർ വെച്ച് ആരാധിച്ചു വന്ന, ധൂപം കാണിച്ചു വന്ന സകലത്തെയും അവിടുന്ന് മാറ്റി ഒരു പുനഃപ്രതിഷ്ഠ നടത്തി. എന്തുവാ പുനഃപ്രതിഷ്ഠ? നേരെ ആലയത്തിലേക്ക് വരിക, മുഴങ്കാൽ മടക്കുക, പ്രാർത്ഥിക്കുക. അതിലൂടെ ഒരു വിജയം നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു പുതിയ നിയമം അവിടെ കൊണ്ടുവരുവാൻ ഇടവന്നു. സ്തോത്രം. അതാണ് ഹിസ്കിയാവിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത്. മൊത്തം ഒന്ന് ഉടച്ചു വാർത്തു, മൊത്തം ഒന്ന് ശുദ്ധീകരിച്ചു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഇപ്രകാരം ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനം പോലെ ഒരു തീരുമാനമെടുത്ത് തന്നെത്താൻ ഒന്ന് ശുദ്ധീകരിച്ച് മുഴങ്കാൽ ദൈവസന്നിധിയിൽ മടക്കിയാൽ ഏത് രാജാവും ആക്രമിക്കാൻ വരുന്ന ഏത് പദ്ധതികളും ദൈവസന്നിധി തകർന്നു പോകും. നിനക്കെതിരെ പടയൊരുക്കുന്ന പടയാളികളും നിന്റെ പിൻപിൽ നിന്നുകൊണ്ട് കുത്തുവാൻ കുന്തത്തിന് മൂർച്ച കൂട്ടുന്ന പദ്ധതികളും കർത്താവ് തകർത്ത് കളയും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയാൽ. ആമേൻ. സ്തോത്രം. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. എന്ത് സംഭവിച്ചു? വലിയ സൈന്യവുമായിട്ട് കടന്നു വന്ന ഈ സൈന്യത്തിൻ്റെ മുൻപിൽ ദൈവം തൻ്റെ ജനത്തിന് എപ്രകാരം വിടുതൽ കൊടുത്തെന്നറിയാമോ? ഈ ജനം പ്രാർത്ഥനയ്ക്കായിട്ട് ഈ രാജാവ് മുൻകൈയിട്ട് മുന്നോട്ട് വന്ന് താൻ ധരിച്ച രാജവസ്ത്രം കീറിക്കളഞ്ഞ് രട്ടുടുത്ത് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയപ്പോൾ സ്തോത്രം, ദൈവം അവിടെ വിജയം കൊടുത്തു. അവിടെ അന്നുണ്ടായിരുന്ന പ്രവാചകനടുക്കിലേക്ക്, അന്ന് യെശയ്യാ പ്രവാചകനാണ് പ്രവാചകനായിട്ട് ദൈവസന്നിധിയിൽ അന്ന് രാജസന്നിധിയിൽ ഉണ്ടായിരുന്നത്. ഒരു ദൂതനെ അയച്ചു, ഇപ്രകാരം ശത്രു സൈന്യം തങ്ങളെ ആക്രമിക്കാൻ വരുന്നു, ശത്രു സൈന്യം വലിയ ഭീഷണി മുഴക്കുന്നു, ഞങ്ങളെ രക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ ഉള്ളൂ, ദൈവസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ ഒന്നറിയിക്കണമേ എന്ന് പറഞ്ഞ് യെശയ്യാ പ്രവാചകനടുക്കിലേക്ക് ദൂതന്മാർ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. താഴോട്ട് വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, പ്രവാചകൻ മറുപടി പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട. ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും. ആർക്കാ? ഈ അരാം രാജാവിന്, അശൂർ രാജാവിന് ഒരു മനോവിഭ്രമം വരുത്തും. മാത്രവുമല്ല സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് വിജയം നൽകും. തൻ്റെ ജനത്തെ പരിഹസിച്ച, തൻ്റെ ജനത്തെ കളിയാക്കിയ ഒരു വലിയ സൈന്യത്തോട് ദൈവമാണ് അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നത്. നോക്കുക, അതിൻ്റെ താഴോട്ട് ആ അധ്യായം വീട്ടിൽ പോയിട്ട് വായിക്കണം. അതിനകത്ത് പറയുന്നുണ്ട്, ഇവരാരും യുദ്ധത്തിനുള്ള കുതിരയോ യുദ്ധത്തിനുള്ള ആയുധങ്ങളോ ഒന്നും സംഭരിച്ചില്ല. ഇവർ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മാത്രം മടക്കി പ്രാർത്ഥിക്കുകയാണ്. എന്നെ സന്തോഷിപ്പിച്ചൊരു വചനം ഇങ്ങനെയാണ്, ഈ പാളയത്തിലേക്ക് ഒരു ദൂതൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് പാളയം അടിച്ചിരുന്ന സൈന്യത്തെ മൊത്തം ഒറ്റ രാത്രി കൊണ്ട് കൊന്നുകളഞ്ഞു. അതിൻ്റെ നമ്പേഴ്സ് അവിടെ പറയുന്നുണ്ട്, 1,85,000. 1,85,000 സൈന്യത്തെ, കുതിരകളെ, അതിലുണ്ടായിരുന്ന ജനത്തെ മൊത്തം കൊന്നുകളഞ്ഞു. നോക്കുക, ഒരു ആയുധവുമില്ലാതെ, ഒരു തയ്യാറെടുപ്പുമില്ലാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ശത്രുവിനെ മൊത്തം തകർത്ത് കളഞ്ഞവനാണ് നമ്മുടെ ദൈവം. ഇതൊരു ദൂതായിട്ട് ഇന്ന് പകൽ നിങ്ങളെ അറിയിക്കുകയാണ്. മുഴങ്കാൽ മടക്കുമോ? കണ്ണുനീർ ദൈവസന്നിധിയിൽ പൊഴിക്കുമോ? സ്തോത്രം. ശത്രു ഒരുക്കുന്ന എല്ലാ പദ്ധതികളും ദൈവം തകർത്ത് കളഞ്ഞ് നിങ്ങൾക്കൊരു വിശാലതയും, നിങ്ങൾക്കൊരു സന്തോഷവും, ഒരു സമാധാനവും കർത്താവ് നിങ്ങൾക്ക് നൽകി തരും. ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുക, ദൈവസന്നിധിയിൽ കരയുക,
ദൈവസന്നിധിയിൽ താന്നിരിക്കുക. ദൈവം വലിയവ നമുക്ക് വേണ്ടി ചെയ്യും. ഈ വലിയവ ചെയ്ത ഈ സങ്കീർത്തനത്തിൻ്റെ ഈ പശ്ചാത്തലമാണ് നമ്മൾ വായിച്ച സങ്കീർത്തനം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കുക, താൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. മിണ്ടാതിരിക്കുക, താൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഇന്ന് പകൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. ആമേൻ. ചില ഭീഷണികൾ മുഴക്കുന്നവരുണ്ട്. ആമേൻ. ചില അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. എന്നാൽ അവിടെയൊക്കെയും തിരിച്ചഭിപ്രായം പറയാതെ, തിരിച്ച് ചോദ്യം ചോദിക്കാതെ, തിരിച്ച് തർക്കിക്കാതെ മിണ്ടാതിരിക്കുക. ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിന് പ്രവർത്തിപ്പാൻ സമയം കൊടുക്കുക. ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ സങ്കീർത്തനത്തിലേക്ക് വരാം. അതിൻ്റെ 1-ാം ഭാഗം, 1-ാം വചനം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമുക്കൊരു വിഷമം, ഒരു വേദന കടന്നു വരുന്ന സമയത്ത് എപ്രകാരം നമ്മളെ ശുശ്രൂഷിക്കുന്നുവോ അതിലും ഉപരിയായിട്ട്, അതിലും കാര്യമായിട്ട്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് നിങ്ങൾക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ. രാത്രിയിൽ ഒന്ന് വിളിച്ചാൽ, ഒരു ചൂടുവെള്ളത്തിന് വിളിച്ചാൽ, ഒരുപക്ഷെ മക്കളോ നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഒരുപക്ഷെ എഴുന്നേറ്റില്ലെന്ന് വരാം. സ്തോത്രം. എന്നാൽ തുണയായിട്ട് കർത്താവ് മാത്രമേ നമുക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവം മാത്രമേ നമുക്ക് തുണയായിട്ടുള്ളൂ. അവൻ മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുള്ളൂ. അതും കഷ്ടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഭാരങ്ങളിൽ ദൈവം മാത്രമേ നമുക്ക് തുണയായിട്ടുള്ളൂ. സ്തോത്രം. യോബിനെ കുറിച്ച് പഠിക്കും നമുക്കറിയാം. എന്തെല്ലാം വേദനകളാണ് യോബിന് വന്നത്. എന്നാൽ അവിടെ ദൈവം മാത്രമാണ് യോബിന് തുണയായിട്ടുണ്ടായിരുന്നത്. സ്തോത്രം. അപ്പോൾ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. അതിനടുത്ത 2-ാമത്തെ ഭാഗം 2. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് പതയോടുകൂടി കവിഞ്ഞു വീണാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തെല്ലാം വിഷയങ്ങൾ കയറി വന്നാലും കർത്താവ് നമുക്ക് തുണയായിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, എന്തെല്ലാം പ്രശ്നങ്ങൾ കയറി വന്നാലും അവിടെ നമ്മൾ വിജയിക്കുമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, പ്രശ്നങ്ങൾ സംഭവിക്കട്ടെ, ചുറ്റുപാടുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ വരട്ടെ, ഭൂമി കുലുങ്ങട്ടെ, നിൽക്കുന്ന സ്ഥലം മാറട്ടെ, നിൽക്കുന്ന ഇരിപ്പിടം പോകട്ടെ, സ്ഥാനം പോയിക്കോട്ടെ. പക്ഷേ ദൈവം നമുക്ക് തുണയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കൂടെ ഉണ്ട് 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 എന്നുള്ള 1-2 പദങ്ങൾ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട് അതിനകത്ത്, ബൈബിളിനകത്ത്. ദൈവത്തിന് സ്തോത്രം. ഒരു നദിയുണ്ട്, ഇല്ലേ? അതിൻ്റെ 4-ാം വാക്യം, ഒരു നദിയുണ്ട്. അതിൻ്റെ 7-ാം വാക്യം, ദൈവം നമ്മോട് കൂടെയുണ്ട്. താഴെ, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. അവിടെ എല്ലാം ഉണ്ട് 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 എന്ന് പദമുണ്ട്. സ്തോത്രം. ഒരു നദിയുണ്ട്. അത് തന്നെ വലിയൊരു വിഷയമാണ്. ഒരു നദിയുണ്ട്. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആ നദി അടുത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു നദിയുണ്ട്. നമുക്കൊരു ആത്മനദിയുണ്ട്. നമുക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ നദിയുണ്ട്. നാം അതിൽ നിന്നാണ് കുടിക്കുന്നത്, നാം അതിൽ നിന്നാണ് വളരുന്നത്. നമ്മെ വളർത്തുന്നത് ആ നദിയാണ്. ദൈവത്തിന് സ്തോത്രം. ആ നദി നമുക്ക് സമീപമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു നദിയുണ്ട്. അത് പരിശുദ്ധാത്മാവാകുന്ന നദിയാണ്. ആ നദിയിൽ നിന്ന് വേണ്ടുവോളം, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു വലിയ അനുഭവത്തിലൂടെ ആ നദി നമ്മെ കൊണ്ടെത്തിക്കും. പ്രിയമുള്ളവരെ, ആ നദിയുടെ കരയിലാണ് നാം എല്ലാവരും ഇരിക്കുന്നത്. അതിൽ നിന്ന് നാം പാനം ചെയ്യുന്നത്. ആ നദിയിൽ നിന്ന് പാനം ചെയ്ത്, ആ നദിയിൽ നിന്ന് കുടിച്ച്,
ആമേൻ. ദൈവം നമുക്ക് സമീപമായിട്ടുണ്ട്. സമീപമുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് അവൻ നമ്മോട് കൂടെ ഇരിക്കും. അവൻ നമ്മെ വിടുവിക്കും. വിടുവിക്കുന്നവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.